സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് LD പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗോവർദ്ധനന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ആനന്ദ്. ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത്? റാണി ഗൗരി ലക്ഷ്മി ബായ്. ബഫല്ലോ നാഷണലിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? കാഞ്ച ഇളയ്യ. ഭരണഘടനാ നിർമ്മാണ സമിതി വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്? 1950 ജനുവരി 24. കേരളത്തിൽ പടിഞ്ഞാറു നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി? കബനി. 1984 മെയ് 24 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. പൗരത്വ നിയമം പാർലമെന്റ് അവസാനമായി ഭേദഗതി ചെയ്തതെന്ന്? 2019 ഡിസംബറിൽ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ജോസഫ് മുണ്ടശ്ശേരി. 1937 കേരളത്തിൽ സ്ഥാപിതമായ സർവകലാശാലയുടെ പേര്? തിരുവിതാംകൂർ സർവകലാശാല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, ഇർമ. 1979 സ്ഥാപിച്ചതാര്? ഡോക്ടർ വർഗീസ് കുര്യൻ. കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രം ഏത്? തെന്മല. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളിൽ ഉൾപ്പെടാത്തതാര്? ഇന്ത്യ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏത്? 243 ലോക്പാൽ ബിൽ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം? 1968. CBI രൂപീകൃതമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സന്താനം കമ്മിറ്റി. സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച റിപ്പോർട്ട്? ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് പട്ടികയിലാണ് കാട്ടുപന്നി ഉൾപ്പെടുന്നത്? നിലവിൽ ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? ഡോക്ടർ BR അംബേദ്കർ. ബെയർ ഫുഡ് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആര്? MF ഹുസൈൻ. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം? ജമ്മു കാശ്മീർ. SIR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇലക്ഷൻ കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ വക്കീൽ വേഷത്തിൽ ഹാജരായി വാദിച്ച മുഖ്യമന്ത്രി ആര്? മമതാ ബാനർജി. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം? 2000. ജനറേഷൻ സി, ജെൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 1997 മുതൽ 2012 വരെ ജനിച്ച തലമുറ.
ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയ ഭാഷകൾ: ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തിയ ഭേദഗതി: 42ാം ഭേദഗതി. ഓം ബിർള ആരാണ്? 18ാം ലോകസഭാ സ്പീക്കർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ജീവൽ സംബന്ധിയായ വിവരം ലഭിക്കുവാനുള്ള കാലയളവ് 2 ദിവസം അഥവാ 48 മണിക്കൂർ. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്: VBG റാംജി. അമേരിക്കൻ സൈന്യം പുറത്താക്കി അറസ്റ്റ് ചെയ്ത വെനസ്വേലൻ പ്രസിഡന്റ് ആര്? നിക്കോളാസ് മഡുറോ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയിലെ ചാംരാജ് നഗർ ജില്ലയിൽ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ. ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരാണ്? ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവി. ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും 2017 മുതൽ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്? ബിബേക് ഡെബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട്. VS അച്യുതാനന്ദന് 2026 ശുപാർശ ചെയ്യപ്പെട്ട പത്മ പുരസ്കാരം ഏതാണ്? പത്മവിഭൂഷൺ. പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എതിരല്ലെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അവാമി ലീഗ് എന്ന ബംഗ്ലാദേശ് പാർട്ടിയുടെ പ്രധാന നേതാവാര്? ഷെയ്ഖ് ഹസീന. LMV-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്താണ്? ISRO വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രിയായ വ്യക്തി? EK നായനാർ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയമാക്കിയ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി ചേർത്തിരിക്കുന്നത് ഓപ്ഷൻ ബി. അനുച്ഛേദം 17 ഐത്തോച്ചാടനം. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 21 വയസ്സ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. പുന്നപ്ര-വയലാർ സമരം നടന്ന വർഷം 1946. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 10 ചോദ്യങ്ങൾ. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 52ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 53 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 54ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 56 ഓപ്ഷൻ സി. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 58 ഓപ്ഷൻ എ. ഓപ്ഷൻ എ. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ സി.
ഇനി വരുന്നത് 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. ദ ഹോർസ് ആൻഡ് ക്യാരേജ് ഡാഷ് അറ്റ് ദ ഡോർ. ഹാസ് ബീൻ. Fill up the blank with the suitable preposition. The cliff hangs dash the sea. Over the sea. Pick the wrong representation of the genitive case from the following. Option C, Women's College. Pick the wrongly suffixed word from the list given below. Option B. Pick the phrase that means to imagine from the following. Think up. Pick the correct sentence from the given below. Option A. The river has overflowed its banks. Pick up the appropriate question tag and complete the sentence. Monsoon clouds bring rain to Kerala. Don't they? Get up, smell the roses. We have a new day out there. Which among the following statements illustrate the idiom given in italics? Option C. To start the day by appreciating the pleasant aspects of life. Find the correctly written sentence from the following list. Option D. Reggie played the violin melodiously at the concert last evening. Which of the following sentence does not have a gerund? Option C. Emma was making pudding yesterday. അടുത്തത് പോകട്ടെ എന്ന പദത്തിലെ പ്രകാര പ്രത്യയം. അനുജ്ഞായകം. പൂക്കൾ എന്ന പദത്തിലെ സന്ധി ദിത്വം. ശരിയായ വാക്യം ഏത്? നടന്ന സംഭവം പിറ്റേന്ന് ഞാൻ അവരോട് പറഞ്ഞു. തൽപുരുഷ സമാസത്തിന് ഉദാഹരണം. സംസാര സാഗരം. അലിംഗ ബഹുവചന പ്രത്യയം ഏത്? ആർ. മൃണാളം എന്ന വാക്കിൻ്റെ അർത്ഥം താമര. ഭഗീരഥ പ്രയത്നം എന്നാൽ കഠിനാധ്വാനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, പ്രവൃത്തി. ഒരാളിന് ഈ 2 പുസ്തകം വീതം കൊടുക്കണമെന്ന വാക്യത്തിലെ ദോഷം. പൗനരുക്ത്യം. പ്രാചീനത്തിൻ്റെ വിപരീതം അർവാചീനം. എന്താണ് ഫിഷിംഗ്? ഉപയോക്താവിനെ കബളിപ്പിച്ച് വിവരങ്ങളും പണവും തട്ടിയെടുക്കുന്ന പ്രവർത്തനം. ഉപയോഗപ്രദമായ സോഫ്റ്റ്വെയറായി തോന്നുകയും എന്നാൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്താൽ കമ്പ്യൂട്ടറിലെ ഡാറ്റയെ കേടുപാടുകൾ വരുത്തുന്ന കമ്പ്യൂട്ടർ വൈറസുകളാണ് ട്രോജൻ ഹോഴ്സ്. യൂണിവാക് എന്നതിൻ്റെ പൂർണ്ണരൂപം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുകളിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൻ്റെ ഉപയോഗം എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും സംഭരിക്കുന്നതിന്. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് നൽകുന്നത് എന്തിന്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഉപകരണങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നതിന്. താഴെ പറയുന്നവയിൽ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഏതാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ്. ഒരു നിബിൾ എത്ര ബിറ്റുകൾ ചേർന്നതാണ്? 4. പ്രധാന മെമ്മറിക്കും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനും ഇടയിലുള്ള ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഉപകരണമാണ് സ്വിച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഉള്ളത്. ഈ ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഗജേന്ദ്രമോക്ഷം.
യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ക്ഷേത്രകല ഏതാണ്? കൂടിയാട്ടം. താഴെ പറയുന്നവരിൽ അദ്വൈത വേദാന്തത്തിന്റെ പ്രബോധകൻ ആരാണ്? ശങ്കരാചാര്യർ. കഥകളിയുടെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്ക് വഹിച്ച കവി ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കെനോപനിഷത്ത് പ്രധാനമായും ഏത് വിഷയത്തെ പ്രതിപാദിക്കുന്നു? ബ്രഹ്മജ്ഞാനം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ്? പരശുരാമൻ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം ഉപയോഗിച്ച് പാടുന്ന കാവ്യമേത്? രാമകഥാപാട്ട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സുപ്രധാന ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രം നട തുറക്കുന്ന കേരളത്തിലെ കണ്ണകി ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. അവസാനത്തെ ചോദ്യം, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ 9 ദിവസങ്ങളായി നടത്തിവരുന്ന അനുഷ്ഠാന കലാവിശേഷം ഏത്? പൂരക്കളി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.